നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KSUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ എക്സൈസ് മാർച്ചിൽ സംഘർഷം. എക്സൈസ് ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ഓടയുടെ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. എന്നാൽ പരിഹാരം കണ്ട അപകട സാധ്യത ഒഴിവാക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. പാതിവില തട്ടിപ്പ് സമരസമിതി നേതാവ് അഡ്വക്കേറ്റ് ബേസി ജോണിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് പരാതി. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു. വാർത്തകൾ വിശദമായി. KSUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ എക്സൈസ് മാർച്ചിൽ സംഘർഷം. എക്സൈസ് ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു. കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറുമ്പോഴും പിണറായി സർക്കാർ ഉറക്കത്തിലാണോ എന്ന് ആരോപിച്ച് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് 100 കണക്കിന് KSU പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് എക്സൈസ് പരിസരത്തിന് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞുവെങ്കിലും ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ എക്സൈസ് ഓഫീസിലേക്ക് കടന്ന് സംഘർഷത്തിനിടയാക്കുകയും പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. MG സർവകലാശാല കലോത്സവം ഉൾപ്പെടെ ഇടുക്കി ജില്ലയിൽ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ലഹരി മാഫിയയുടെ ഇടപെടലുകൾ തൊടുപുഴയിൽ ഉണ്ടാകുന്ന സാഹചര്യം അടക്കമുള്ള പരാതികൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിക്കണമെന്നുള്ള KSU പ്രവർത്തകരുടെ ആവശ്യത്തിന് മുമ്പിൽ അവസാനം പോലീസിന് വഴങ്ങേണ്ടി വന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള KSU സംഘം എക്സൈസ് ഓഫീസിലെത്തുകയും കാര്യങ്ങൾ എക്സൈസ് അധികൃതരെ ബോധിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതോടെയാണ് നേതാക്കൾ മടങ്ങിയത്. അതിനനുസരിച്ച് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ അംഗബലം വെച്ചുകൊണ്ട് പരമാവധി ജോലിയോടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഓരോ മാസവും കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കേസ് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കേസ് എടുത്ത് ആളുകളെ ജയിലിലാക്കുക എന്നതിലുപരി ആളുകളിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള പരിശ്രമമാണ് ഈ വിമുക്തി കൊണ്ട് ചെയ്യുന്നത്. KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച യോഗം KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നാട്ടിലെ ചെറുപ്പക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആളുകൾ നാളുകളിൽ ഈ രാജ്യത്തിന്റെ അസറ്റായി മാറേണ്ടുന്ന ആളുകൾ, ഹ്യൂമൻ റിസോഴ്സായി മാറേണ്ടുന്ന ആളുകൾ, അവരുടെ എല്ലാം കരങ്ങളിലേക്ക് പുസ്തകം കൊടുക്കുന്നതിന് പകരം, പേന കൊടുക്കുന്നതിന് പകരം, അറിവ് കൊടുക്കുന്നതിന് പകരം, വിജ്ഞാനം കൊടുക്കുന്നതിന് പകരം ഈ വിദ്യാർത്ഥികളുടെ എല്ലാം കരങ്ങളിലേക്ക് സുലഭമായി ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഈ രാസലഹരികളാണ്. കഞ്ചാവിനേക്കാളും മുകളിൽ അല്ലെങ്കിൽ കൂടിയ തരത്തിലേക്കുള്ള രാസലഹരികൾ ഇന്ന് സുലഭമായി നമ്മുടെ എല്ലാം സ്കൂളുകളിലും മറ്റേ ക്യാമ്പസുകളിലെല്ലാം സുലഭമായി ലഭിക്കുകയാണ്. ഈ സർക്കാരിന്റെ 9 വർഷക്കാലത്തെ നേട്ടം എന്ന് പറയുന്നത് ഇവിടെ തകർന്നടിഞ്ഞിരിക്കുന്ന ആഭ്യന്തര വകുപ്പും തകർന്നടിഞ്ഞിരിക്കുന്ന എക്സൈസ് വകുപ്പും തകർന്നടിഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും എല്ലാം ഈ സർക്കാരിന്റെ മുഖമുദ്രകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുൻ DCC പ്രസിഡന്റായ റോയ് കെ പൗലോസ് മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം വിൽക്കുന്നവരും
അതിനുവേണ്ട എല്ലാ ഒത്താശ ചെയ്യുന്നവരും അതിന്റെ പങ്കുപറ്റുന്നവരും എല്ലാവരും ഇന്ന് പരിശോധിക്കുമ്പോൾ ഈ ഭരണവുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പരിപാടി വേണ്ട എന്ന് CPM തീരുമാനിച്ചാൽ ഇത്തരമുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടാകില്ല എന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തീരുമാനിച്ചാൽ ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. മുൻ KSU ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, KSU സംസ്ഥാന ഭാരവാഹികളായ അസ്ലം ഒലിക്കൻ, ജിതിൻ ഉപ്പുമായ്ക്കൻ, ജോസുകുട്ടി ജോസഫ്, നസിയ മുണ്ടപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ സോയിമോൻ സണ്ണി, മാത്യു കെ ജോൺ, കോൺഗ്രസ് നേതാക്കളായ ജാഫർ ഖാൻ മുഹമ്മദ്, NA ബെന്നി, ചാർലി ആന്റണി, MH സജീവ്, OK അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റുമാരായ അനിൽ കനകൻ, ബിലാൽ സമദ് എന്നിവർ പ്രസംഗിച്ചു. മാർച്ചിന് KSU ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികൾ നേതൃത്വം നൽകി. കേരളം ലഹരി എന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്നും പിണറായി ഭരണം കേരളത്തെ മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ഹബ്ബാക്കിയെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര കരിമണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. കേരളം ലഹരി എന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്നും പിണറായി ഭരണം കേരളത്തെ മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ഹബ്ബാക്കിയെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര കരിമണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വ്യത്യസ്തങ്ങളായ യാത്രകൾ രാഷ്ട്രീയ ബോധ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള സംസ്ഥാനവും കേരളമാണ്. പക്ഷേ വനിതകളുടെ നേതൃത്വത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കടന്നു വന്ന ഓരോ സഹോദരങ്ങളുമായി ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ സംവദിച്ചു കൊണ്ടുപോകുന്ന ഒരു യാത്ര എന്ന നിലയിൽ ജെബി മേത്തർ നയിക്കുന്ന കേരള സാഹസ് യാത്രയുടെ സവിശേഷത വളരെ വലുതാണ്. യോഗത്തിൽ ജയലക്ഷ്മി ദത്തൻ, മിനി സാബു, നിഷ സോമൻ, ഇന്ദു സുധാകരൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ജോളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടക്കൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK നാസർ, സുശീല ചന്ദ്രൻ, സാഹിറ, ആൻസി സോജൻ, ആൻസി സിറിയക്, ജോൺ നെടിയപാല, നൈസി ഡെനിൽ, ബേബി തോമസ്, ബിബിൻ അഗസ്ത്യൻ, AN ദിലീപ് കുമാർ തുടങ്ങി നിരവധി കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല ഭാരവാഹികൾ ആശംസകൾ അറിയിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ സ്വീകരണവും മറുപടി പ്രസംഗവും നടന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വേദനയായി നിൽക്കുകയാണ്. ആ അമ്മ പറഞ്ഞു, 8 വർഷക്കാലം അമ്പലങ്ങളും പ്രാർത്ഥനയും പൂജയും നേർച്ചകളുമായി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മകൻ ജനിച്ചത്. ആ മകനെ പുന്നാരി ചോമനിച്ച് ലാളിച്ച് വളർത്തിയ അമ്മ, ആ മകൻ വലുതായപ്പോൾ 10ാം ക്ലാസ്സിൽ SSL മികച്ച വിജയം, 12ാം ക്ലാസ്സിൽ ആ മകൻ ഉന്നത വിജയം. സ്വാഭാവികമായും നമ്മളെയൊക്കെ പോലെ തന്നെ ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്ന പോലെ മകൻ മുന്നോട്ടുള്ള പഠനത്തിനായി കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ പോയപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടുത്തെ SFI കാബാലികന്മാർ ആ പൊന്നു മകന്റെ ദേഹമാസകലം കീറി മുറിച്ച് കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ച് ആ വേദനയിൽ പുളയുന്ന ആ മകന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന SFIയുടെ ഒരു മാനസികാവസ്ഥ. സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അവതരിപ്പിച്ച തിരുവാതിരയും ശ്രദ്ധേയമായി. ഓടയുടെ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. എന്നാൽ പരിഹാരം കണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. തൊടുപുഴ പച്ചക്കറി മാർക്കറ്റിലാണ് ഈ ദുരവസ്ഥ. ഇനി ഒരു അപകടമുണ്ടാകുന്നവരെ എങ്ങനെ തുടരുമോ എന്നാണ് ജനം ചോദിക്കുന്നത്. തൊടുപുഴയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും പച്ചക്കറിയും മറ്റും വിതരണം ചെയ്യപ്പെടുന്ന മാർക്കറ്റിന്റെ ദുരവസ്ഥയാണിത്. 100 കണക്കിന് ആളുകൾ വന്നു പോകുന്നയിടത്തെ ഓടയാണ് അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ കിടക്കുന്നത്. മാർക്കറ്റിലെത്തുന്ന ആളുകൾക്ക് സ്ലാബിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. സ്ലാബുകൾ പൊട്ടിത്തകർന്ന് ഓടയിൽ കിടക്കുന്നത് മൂലം മഴക്കാലമായാൽ ജലം കൃത്യമായി ഒഴുകിപ്പോകാത്ത അവസ്ഥയുണ്ടാകുമെന്ന് പരിസരവാസി പറയുന്നു. അത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 22ാം വാർഡ്
തൊടുപുഴ വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ സ്ലാബുകൾ പോയി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 5-8 മാസത്തിൻ്റെ മേളിലായി. രേഖാമൂലം ഞങ്ങൾ മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലും പകലും നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു നടപ്പാതയായത്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ പച്ചക്കറിയൊക്കെ ഹോൾസെയിൽ എടുക്കാൻ വരുന്നവരും എല്ലാം ഉണ്ട്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഏരിയ. അതുകൂടാതെ ഈ റേഷൻ കടയുണ്ട്. ഈ റേഷൻ കടയുടെ ഫ്രണ്ടിലാണ് ഈ സംഭവം. നിരവധി പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ വരുന്നത്. ഞങ്ങൾ കയ്യിലും ഒക്കെ പിടിച്ച് കയറ്റിവിടുക. അപകടങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഭയങ്കരമായ ഒരു സിറ്റുവേഷനാണ്. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തു. അതിൽ നിന്ന് വന്ന് നോക്കാനോ ഒന്നും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ സ്ലാബും ഇട്ട് ടൈൽസും ഇട്ട് എല്ലാം നല്ല ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മുനിസിപ്പാലിറ്റിയോട്ട് ചെയ്യുന്നുമില്ല. ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതുകൂടാതെ ഇനിയിപ്പോൾ മഴക്കാലം ആകാൻ പോവുക. ഈ സ്ലാബ് 2ആയിട്ട് ഒടിഞ്ഞിട്ട് ഇത് ഓടയ്ക്കകത്ത് തന്നെ കിടക്കുക. വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ല. ഈ ഗ്യാപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് മാർക്കറ്റിലെ വേസ്റ്റ് എല്ലാം കൂടെ ഇപ്പോൾ ഈ ഓടയ്ക്കകത്താണ് കൊണ്ടുപോയിടുന്നത്. ഇതൊന്നും ഇതിന് മുമ്പൊരു മാഡം ഇവിടെ വന്നപ്പോൾ ഞങ്ങളിത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടതാണ്. അവർ കുറേ ഫോട്ടോ എടുത്തുകൊണ്ട് പോയതല്ലാതെ ഈ 5-8 മാസമായിട്ട് ഒരു നടപടി ഇതിന് ഉണ്ടായിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ഓടയിൽ വീണ് ആർക്കെങ്കിലും അപകടം സംഭവിക്കുന്നതുവരെ ഇതിങ്ങനെ കിടക്കുമോ എന്നും ജനം ചോദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഉടുമ്പന്നൂരിൽ സ്വീകരണം നൽകി. യോഗത്തിന്റെ ഉദ്ഘാടനം DCC മുൻ പ്രസിഡന്റ് റോയി കെ പൗലോസ് നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഉടുമ്പന്നൂരിൽ സ്വീകരണം ഒരുക്കി. ഉടുമ്പന്നൂർ കുളപ്പാറ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച സ്വീകരണ ജാഥ സഹകരണ ബാങ്കിന് സമീപം ഒരുക്കിയ പന്തലിൽ സമാപിച്ചു. തുടർന്ന് KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ ഒക്കത്ത് ഉമ്മ കൊടുത്ത് എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിലുള്ള പിച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. 5, 6, 8, 10 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഓമനിച്ച് മുത്തം കൊടുത്ത് നമ്മുടെ എളിയിൽ കൊണ്ടു നടക്കുന്ന കാഴ്ചയാണ്. അതാണ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം. അതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് പോലും എന്ന രക്ഷയില്ല നമ്മുടെ നാട്ടിൽ. നരാധമന്മാർ മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അവർ പലരുടെയും ആക്രമണങ്ങളെ, പീഡനങ്ങളെ സഹിക്കാൻ വയ്യാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരമുള്ള തിന്മകൾക്കെതിരെ പോരാട്ടം നടത്തേണ്ട, കർശനമായ നടപടികൾ സ്വീകരിച്ച് അടിച്ചമർത്തേണ്ട സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഭരണകൂടമാണ്. ആ ഭരണകൂടം കണ്ണും കാതുമില്ലാത്ത നിലയിൽ കണ്ണും പൂട്ടിയിരിക്കുന്ന ഒരു ഭരണകൂടമാണ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് പലപ്പോഴും അത് കാണേണ്ടി വരുന്നു. ജിജി സുരേന്ദ്രൻ, മിനി സാബു, ജയലക്ഷ്മി ദത്തൻ, ഗീത ശ്രീകുമാർ, നിഷ സോമൻ, ലക്ഷ്മി ആർ, രാജു ഓടക്കൽ, ഹാജിറ സെയ്തു മുഹമ്മദ്, നൈസി ഡെനിൽ, ബിന്ദു പ്രസന്നൻ, ശാലിനി S, മനോജ് തങ്കപ്പൻ, ജോൺസൺ കുര്യൻ, KP ഉസ്മാൻ, ജോസ് ഉരക്കാടൻ, ടോണി കുര്യാക്കോസ് തുടങ്ങി നിരവധി മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല നേതാക്കൾ ആശംസ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റന് സ്വീകരണവും ഉപഹാര സമർപ്പണവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടത്തി. മഹിളാ കോൺഗ്രസിന്റെ മുതിർന്ന വനിത ശ്രീമതി ഹാജിറ പ്രസിഡന്റ്, KR സോമരാജ് പ്രസിഡന്റ് സർവീസ് സഹകരണ ബാങ്ക്, മാധവൻ, ലീല ശശി, മിനി ആയിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു പിടിക്കുന്നതിന് എത്രയും വേഗം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ഉടുമ്പന്നൂർ പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ് തങ്കപ്പൻ അവർ
സംസ്ഥാന അധ്യക്ഷയ്ക്ക് കൈമാറുന്നു. തുടർന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മറുപടി പ്രസംഗവും നടത്തി. കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത, കേരളത്തിലെ അമ്മമാരുടെ ഭീതിജനകമായ ഒരു സാഹചര്യം, അവരുടെയൊക്കെ മനസ്സിൽ മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉള്ളപ്പോൾ ഒരാശ്വാസം പകരുന്ന ഒരു നടപടിയും സ്വീകരിക്കാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമ്മൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കൊരാശ്വാസം പകരാൻ ഈ ഗവൺമെന്റുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതിനെതിരെ തന്നെയാണ് നമ്മൾ LDF സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നത്. പാതിവില തട്ടിപ്പ് സമരസമിതി നേതാവ് അഡ്വക്കേറ്റ് ബേസി ജോണിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് പരാതി. ഈ സമരം മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് തനിക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്ന് ബേസിൽ ജോൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പാതിവില തട്ടിപ്പ് സമരസമിതി ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരിയായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസി ജോണിനെതിരെ ആവർത്തിച്ച് സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് പരാതി. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായ പാതിവില തട്ടിപ്പ് വിഷയത്തിലെ സമരത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും തട്ടിപ്പ് വിഹിതം കൈപ്പറ്റിയിട്ടുള്ള നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുമാണ് സൈബർ ആക്രമണമെന്നാണ് ആരോപിക്കുന്നത്. ഈ സമരം മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് തനിക്കെതിരെ പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇപ്പോൾ ഈ സമരത്തെ തുടക്കം മുതൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ വാക്കുകൾ പറയുന്നവർ ഈ സമരം ഒരിക്കലും മുൻപോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എനിക്ക് ഇപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയവർക്കെതിരെ ഞാൻ 4 പേരെ പ്രതികളാക്കിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയവരെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിച്ച് അദ്ദേഹം അന്വേഷിച്ച് നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കുള്ള ഒരു സംശയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ 40 ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു TV ചാനലിൽ വാർത്ത വന്നിരുന്നു. അനന്തകൃഷ്ണന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട്, അനന്തകൃഷ്ണൻ മൊഴി കൊടുത്തതുമായി ബന്ധപ്പെട്ട് TV ചാനലുകൾ, പല ചാനലുകളിൽ വാർത്ത വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഒരു 7 ലക്ഷം രൂപ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞുവെന്ന് അദ്ദേഹം ചാനലുകൾ മുമ്പ് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത് ഞാൻ പറഞ്ഞു, എൻ്റെ വ്യക്തമായ തെളിവുകൾ മറ്റുള്ളവർ പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല, എങ്കിലും ഇവര് MP-യുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ജനപ്രതിനിധിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ പേര് ഈ സമരത്തില് അല്ലെങ്കിൽ സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം മേടിച്ച പൈസ കൊടുക്കേണ്ടി വരുമോ, എങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ള പേടി കൊണ്ടാണോ, ഭയം കൊണ്ടാണോ, ഈ സമരം മുൻപോട്ട് പോകരുത് എന്നുള്ളതുകൊണ്ടാണോ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് എനിക്ക് തോന്നൽ വരുന്നുണ്ട്. കാരണം അതോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം, എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹം ആ പണം കൈപ്പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ, മൊഴി ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു 7 ലക്ഷം രൂപ ഒരു വീട് പണിയുന്നതിന് വേണ്ടി ഞാൻ കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു, അങ്ങനെ ഒരു ബന്ധമല്ല. വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം പറഞ്ഞത്. TV ചാനലെല്ലാം വന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഒരു വ്യവസായിയോടാണ്, ഈ തൊടുപുഴയിലെ ഒരു വലിയ വ്യവസായിയോട് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വലിയ വ്യവസായിയോടാണ് 7 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു നല്ല സേവന പ്രവർത്തനം നടത്തി. സന്നദ്ധ സേവനം നടത്തുന്ന ആൾ, അതായത് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഇതിനകത്ത് സേവനം നടത്തുന്ന ഒരാളാണ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം പരിചയപ്പെടുന്ന അങ്ങനെയാണ്, അദ്ദേഹം സേവനം നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണ്. ഒരു സേവനം നടത്തുന്ന ആള് 7 ലക്ഷം രൂപ ഒരു സംഭാവന കൊടുത്തുവെങ്കിൽ ആ 7 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 7 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആളുണ്ടോ അദ്ദേഹം എന്തെങ്കിലും ചിന്തിക്കുവാൻ നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധി സ്വാഭാവികമായും ചിന്തിക്കില്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സാധാരണ ദിവസവേതനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു സംഭാവനയായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 2 ലക്ഷം രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ, എങ്ങനെയാണ് അത് ഉണ്ടായത് എന്ന് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചു പോകും. പക്ഷേ അദ്ദേഹം അത് ചിന്തിച്ചില്ല എന്ന് എനിക്ക് പറയുമ്പോൾ എനിക്ക് വിശ്വസനീയമല്ല. ഞാൻ അതിലേക്ക് കൂടുതലായിട്ടൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് എനിക്കെതിരെ ഈ സൈബർ ആക്രമണം നടത്തുന്നവർ എന്നെയല്ല ലക്ഷ്യം വെക്കുന്നത്. ഈ പാതിവില തട്ടിപ്പ് സമരം മുൻപോട്ട് പോകരുത്, ഇത് വിസ്മൃതിയിലായി പോകണമെന്ന് തികഞ്ഞ ഗൂഢാലോചനയോടുകൂടി എനിക്കെതിരെ വീഡിയോ ഉണ്ടാക്കുകയും 2-3 പേജ് ഫേസ്ബുക്കിൽ അവരെ ഔദ്യോഗിക പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ സമരത്തിൽ വലിയ സമരം നടക്കാതിരിക്കാൻ, സമരം ജനങ്ങളിലേക്ക് എത്താതിരിക്കുവാൻ, ജനശ്രദ്ധ വരാതിരിക്കുവാൻ വേണ്ടി വലിയ ഗൂഢാലോചനയും ശ്രമവും നടക്കുന്നുണ്ട്.
അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വന്നിട്ടുള്ളത്. ഗൂഢാലോചന നടത്തി വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച് സമരത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയും ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരിയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ബേസിൽ ജോൺ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വണ്ണപ്പുറത്ത് ഊഷ്മള സ്വീകരണം ഒരുക്കി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിറ്റി ജോസഫ് അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വണ്ണപ്പുറത്ത് ഊഷ്മള സ്വീകരണം ഒരുക്കി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിറ്റി ജോസഫ് അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നിർവഹിച്ചു. ജനവിരുദ്ധവും ഭരണകൂട ഭീകരതയുടെയും ഫലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ അതെല്ലാം കേട്ടുകൊണ്ടാണ്, അതിനെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നുള്ള ചിന്തകളും ആലോചനകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച സഹപ്രവർത്തകർ, നേതാക്കന്മാർ, മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എല്ലാവരും ഈ നാട് നേരിടുന്ന, അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദമായി ഇവിടെ പരാമർശിച്ചത്. നമുക്കൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് കണ്ണും കാതുമില്ലാത്ത ഒരു ഭരണാധികാരികളാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ ജയലക്ഷ്മി ദത്തൻ, മിനി സാബു, നിഷ സോമൻ, AP ഉസ്മാൻ, MD അർജുനൻ, ഇന്ദു സുധാകരൻ, രാജു ഓടക്കൽ, PU ഷാഹുൽ ഹമീദ്, ബേബി വട്ടക്കുന്നേൽ, MA ബിജു, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, ജിജോ ജോസഫ്, ദിവ്യ അനീഷ്, KK രവി, KM സുരേഷ്, KG ശിവൻ, PL ജോസ്, ജൈനമ്മ ജോസ്, CN വിജയൻ, സത്യദാസ് ജോസഫ്, ലാലു കുട്ടപ്പൻ, ജോസഫ് അറക്കത്തോട്ടം, ജോസ് K പീറ്റർ, ശ്രീകാന്ത് PS, ബാബു വാഴവര, അഭിലാഷ് അച്ചക്കോട്ടിൽ, നൈസി തോമസ്, ഹാജറ സയ്യിദ് മുഹമ്മദ്, നൈസി ഡെനിൽ തുടങ്ങി മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനതല നേതാക്കൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റനെ ഷാൾ അണിയിച്ച് നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു. കമ്മിറ്റി ബ്ലോക്ക് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ലിറ്റി സജി, DCC മെമ്പർ ശ്രീ KG ശിവൻ, ശ്രീ AM സുരേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്രീമതി നൈസി തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ അനീഷ്, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീമതി നൈസി ഡെനിൽ, ശ്രീമതി കുമാരി കുഞ്ഞ്, ശ്രീമതി നിസി ജോസ്, ശ്രീമതി ജെസി ജോഷി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ CN വിജയൻ, INTCയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാബു വാഴവര, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജൈനമ്മ ജോസ്, മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീമതി സിനി സോജൻ, മഹിളാ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ശ്രീമതി റോസമ്മ ജോസഫ്, ശ്രീമതി ശോശാമ്മ, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോസ് K പീറ്റർ, വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീകാന്ത് സിദ്ധാർത്ഥ്, മുളരിങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിജോ ജോസഫ്. തുടർന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എത്രത്തോളം കാലിക പ്രസക്തമാണ് എന്ന് ദിവസം ചെല്ലുന്തോറും കേരളത്തിനും പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത, ക്രമസമാധാന നില ഇത്രയും തകർച്ചയിലായിട്ടും അതൊന്നും നേരെയാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത, കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന LDF സർക്കാരിനെതിരെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും തന്നെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ശമ്പള പരിഷ്കരണ നടപടി ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ അടിമാലി മേഖലാ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് സൽമ PM അധ്യക്ഷത വഹിച്ചു.
പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മേഖലാ പ്രസിഡന്റായ അഞ്ജലി മാത്യു, വൈസ് പ്രസിഡന്റുമാരായ ബേസിൽ പോൾ, ഷിറാസ് മോൾ, മേഖലാ സെക്രട്ടറി അനീഷ് രാജ് ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 5 വർഷ തത്വം പാലിച്ച സർക്കാർ ജീവനക്കാർക്ക് 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ ആവശ്യപ്പെട്ടു. ജോയിന്റ് കൌൺസിൽ അടിമാലി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് നേരിടേണ്ട ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1969 കാലഘട്ടം മുതൽ രൂപീകരിച്ച ആ ഒരു സമരത്തിന്റെയും ആ ഒരു നിലപാടിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം. ഒരു കാരണവശാലും നമുക്ക് ഈ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടിയുടെ ഇതാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ മുദ്രാവാക്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടല്ല ആര് ഭരിച്ചുകൊണ്ടിരുന്നാലും ജോയിന്റ് കൗൺസിൽ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രിയമുള്ളവരെ ജോയിന്റ് കൗൺസിൽ. അറിയാം, നമുക്കറിയാം സിവിൽ സർവീസ് സംരക്ഷണ ജാഥ തൊട്ട് അതോടൊപ്പം തന്നെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് തൊട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഇടപെടലായിരുന്നു. ഏറ്റവും അവസാനം പറയുവാണെങ്കിൽ നമുക്കറിയാവുന്നതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ജനുവരി മാസം 22-ാം തീയതി നമ്മൾ നടത്തപ്പെട്ട വലിയ ഒരു പണിമുടക്ക്, ആ പണിമുടക്ക് എന്ന് പറയുന്ന രീതിയിൽ പറയുവാണെങ്കിൽ അത് ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ആ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഒരു സർവീസ് സംഘടന ഇങ്ങനെ ഒരു പണിമുടക്കിലേക്ക് പോയി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളത് പ്രഖ്യാപിച്ചതാണ്. ഈ കഴിഞ്ഞ ഒരു 2021 മുതൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ, അവരുടെ DA സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പേരൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കേണ്ട സമയങ്ങളെല്ലാം തന്നെ ആയിരുന്നു. 2024 ജൂലൈ 1 മുതൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ പ്രാരംഭ നടപടികൾ പോലും ഇതുവരെ സ്വീകരിക്കാത്തതിൽ ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ്. 2025 സാമ്പത്തിക ബജറ്റിലും ഇതേപ്പറ്റി ഒന്നും പരാമർശിച്ചിട്ടില്ല. അതിനാൽ മുൻ ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള 5 വർഷ തത്വം പാലിച്ച് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും കൂട്ടിച്ചേർത്തു. മേഖലാ പ്രസിഡന്റ് സൽമ PM അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, മേഖലാ സെക്രട്ടറി അനീഷ് രാജ്, മേഖലാ ട്രഷറർ TO ബെന്നി, ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആൻസ് ജോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്ത് അലി, സുഭാഷ് ചന്ദ്രബോസ്, NS ഇബ്രാഹിം, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ബേസിൽ ജേക്കബ് എന്നിവർ സംസാരിച്ചു. അഞ്ജലി മാത്യു സ്വാഗതവും KN അനൂപ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. മേഖലാ പ്രസിഡന്റായി അഞ്ജലി മാത്യു, വൈസ് പ്രസിഡന്റുമാരായി ബേസിൽ പോൾ, ഷിറാസ് മോൾ, മേഖലാ സെക്രട്ടറി അനീഷ് രാജ്, ജോയിന്റ് സെക്രട്ടറിമാരായി KN അനൂപ്, KT മിനി, ട്രഷററായി TO ബെന്നി, വനിതാ കമ്മിറ്റി സെക്രട്ടറിയായി സഞ്ജന മീരൻ, പ്രസിഡന്റായി ബോബി സലീം എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു. 5 ദിവസങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഒരുമയോടെ മാലിന്യമുക്ത മൂന്നാറിനായി കൈകോർക്കാമെന്ന സന്ദേശമാണ് പഞ്ചായത്ത് മുൻപോട്ട് വയ്ക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത്. 4, 5, 6, 7, 10 തീയതികളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കും. ഒരുമയോടെ മാലിന്യമുക്ത മൂന്നാറിനായി കൈകോർക്കാമെന്ന സന്ദേശം പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നു. മെഗാ ക്ലീനപ്പ് ഡ്രൈവ് കൊണ്ട് സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പൊതുജനങ്ങൾക്കൊപ്പം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ സർക്കാർ വകുപ്പുകളും സന്നദ്ധ സേവന സംഘടനകളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. പഞ്ചായത്തിനെ 16 ക്ലസ്റ്ററുകളായി തിരിച്ച് ഓരോ സംഘത്തെയും ഇവിടങ്ങളിൽ നിയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. മെഗാ ശുചീകരണത്തിന് ശേഷവും മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെയും കൃത്യമായി സംസ്കരിക്കാത്തവർക്കെതിരെയും കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മാലിന്യവും ഒരു പൊതുസ്ഥലങ്ങളിലും ഉണ്ടാകാതിരിക്കാനും വലിച്ചെറിയുന്നത് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് മാത്രമല്ല തുടർന്നും ഇത് മാലിന്യമുക്തമാക്കി നമ്മുടെ മൂന്നാറിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടെയാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോ ക്ലസ്റ്റർ തിരിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെ 16 ക്ലസ്റ്ററുകളായി തിരിച്ച് അതിനെ ഓരോ ഉപവിഭാഗങ്ങളായി തരംതിരിച്ച് അതിലേക്ക് ഓരോ ടീമിനെ ലീഡേഴ്സിന് നേതൃത്വം നൽകിക്കൊണ്ട് എവിടെയെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നതോ പൊതുനിരത്തുകളിൽ നിക്ഷേപിക്കുകയോ കണ്ടാൽ ശക്തമായ താക്കീതും ഒപ്പം തന്നെ ഫൈനും ഇമ്പോസ് ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാ നല്ലവരായ മൂന്നാറിലെ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും മൂന്നാർ ഭരണസമിതിയും ഒന്നടങ്കം മുൻകൈയെടുത്തു നിന്നാണ് ഈ പ്രവർത്തനത്തെ വിജയപാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയുടെ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് 2 വർഷം പിന്നിട്ടിട്ടും പുതിയത് നിർമ്മിക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ വൻ പ്രതിഷേധം. പുതിയ കെട്ടിടം നിർമ്മിക്കാത്തതിനെ തുടർന്ന് അംഗനവാടി ഇപ്പോൾ മാറി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ കുറഞ്ഞ തുകയ്ക്കാണ് പഴയ കെട്ടിടം പൊളിച്ച് ലേലം ചെയ്ത് കൊടുത്തതെന്നും പുതിയ കെട്ടിടം നിർമ്മിക്കാനായി തുക
മാറ്റിവെച്ചിട്ടുണ്ടെന്നും പ്രചരിപ്പിച്ചാണ് പൊളിച്ചു മാറ്റിയതെന്നും ആക്ഷേപമുണ്ട്. പാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറയിൽ പ്രവർത്തിക്കുന്ന 86 നമ്പർ അംഗൻവാടിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി പൊളിച്ചു മാറ്റിയത്. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിന്റെ സ്ഥാനത്ത് പുതിയ കെട്ടിടം പണിതില്ല. 30ഓളം കുട്ടികളുള്ള അംഗൻവാടി ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. ഈ അംഗൻവാടി പൊളിച്ചിട്ട് 2-2.5 വർഷത്തോളമായി. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ സഹകരണത്തോടെയാണ് മറ്റുള്ളവരുടെ മർച്ചന്റിന്റെ ഓഫീസിൽ ഇവിടെ പള്ളിക്കെട്ടിടത്തിൽ ബെനവാച്ചൻ്റെ വേറോപ്പിൽ പിന്നെ ഈ ജോണി സാർ എന്ന് പറഞ്ഞ ആളിൻ്റെ കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ് ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് നട കയറാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വിളിച്ചിട്ട് ഉടനെ കെട്ടിടം പണിയൊന്നും പറഞ്ഞാണ് കെട്ടിടം ലേലം വിളിച്ച് വളരെ കുറഞ്ഞ തുകയ്ക്കാണ് പഴയ കെട്ടിടം പൊളിച്ച് ലേലം ചെയ്തു കൊടുത്തത് എന്നും ആക്ഷേപമുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കാനായി തുക മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചാണ് പൊളിച്ചു മാറ്റിയത്. എന്നാൽ തുക അനുവദിച്ചിട്ടില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കൊന്നത്തടി പഞ്ചായത്തിലെ 2 വാർഡുകളും വാത്തിക്കുടി പഞ്ചായത്തിലെ 2 വാർഡുകളിലെയും ജനങ്ങളും കുട്ടികളുമാണ് ഈ അംഗൻവാടിയെ ആശ്രയിക്കുന്നത്. കെട്ടിടം പൊളിച്ചു നീക്കിയതിനെ തുടർന്ന് വ്യാപാരികൾ അവരുടെ ഓഫീസ് കെട്ടിടം അംഗൻവാടിക്കായി വിട്ടുകൊടുത്തു. പിന്നീട് മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചെങ്കിലും അധികകാലം തുടർന്നില്ല. ഇപ്പോൾ 2000 രൂപ വാടക നൽകിയാണ് അംഗൻവാടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പണം അനുവദിക്കാതെ അംഗൻവാടി പൊളിച്ചു നീക്കിയതിൽ രക്ഷിതാക്കൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 1930 സ്ഥാപിതമായ സെന്റ് മേരീസ് UP സ്കൂൾ നെടിശാല പുതിയ ബ്ലോക്കിന്റെ വെഞ്ചിരിപ്പ് കർമ്മ ഉദ്ഘാടനവും അഭിവന്ദ്യ കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. വിദ്യാലയത്തെയും ഇതിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ബൗദ്ധികവും ശാരീരികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ ധന്യരാക്കുകയും ആപത്തുകളിലും രോഗങ്ങളിലും സംരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നല്ല കുട്ടികളാകുമ്പോൾ നല്ല സ്കൂൾ ഉണ്ടാവും അല്ലേ? നല്ല സ്കൂൾ ഉണ്ടാകുമ്പോൾ നല്ല കുട്ടികളും ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ നല്ല സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? സന്തോഷമായോ നിങ്ങൾക്ക്? വെരി ഗുഡ്. ഈ അച്ഛനും അതുപോലെ തന്നെ അച്ഛന്മാരും സാറും ടീച്ചേഴ്സും എല്ലാവരും കൂടെ അതുപോലെ നിങ്ങളുടെ പേരൻസ് അല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ നന്നായിട്ട് പണിയാൻ സാധിച്ചത്. 2 നിലയുണ്ടല്ലേ? ഉണ്ടോ? നല്ല സൗകര്യമായിട്ട് പണിയാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. നമ്മളിവിടെ ഇത് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് ദൈവത്തിൽ സമർപ്പിച്ചു. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ പഠിച്ച് നല്ല കുട്ടികളായി തീരണം. ആരായി തീരണം? നല്ല കുട്ടികൾ ദൈവത്തിന്റെ മക്കളായി തീരണം. മാനേജർ ഫാദർ ജോൺ ആനിക്കോട്ടിൽ, കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, ഹെഡ് മാസ്റ്റർ പ്രശാന്ത് രാജു, കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു, ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോസഫ് മൂലശ്ശേരി, PTA പ്രസിഡന്റ് ജോയി ജോർജ്, MPTA പ്രസിഡന്റ് ദീപ ദീപു, സ്കൂൾ ലീഡർ കുമാരി ആരാധ്യ DK, സ്കൂൾ സെക്രട്ടറി മാസ്റ്റർ നീരജ് K രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കഞ്ഞിക്കുഴി സ്വീകരണം നൽകി. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ പരിപാടി AICC അംഗം EM അഗസ്റ്റി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് മഹിളാ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. മഹിളാ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷത വഹിച്ച യോഗം AICC അംഗം EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും സ്ത്രീവിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്നവരാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ EM അഗസ്തി പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന 2 ഗവൺമെന്റുകളും സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ത്രീ എന്ന് പറയുന്ന വർഗത്തെ തന്നെ ഇഷ്ടമല്ല. അദ്ദേഹം പല കാര്യത്തിലും പറയാവുന്നതുപോലെ തന്നെ ജീവിത കാര്യത്തെ പറ്റി പോലും ആരോടും തുറന്ന് സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു ഇടൻ അജണ്ടയാണ്. പ്രധാനമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറഞ്ഞു, വിഭാജനാണെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. 2 തെരഞ്ഞെടുപ്പിലും ആകുമ്പോഴും പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഭാര്യയില്ല. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, AP ഉസ്മാൻ, ജോയി തോമസ്, അനീഷ് ജോർജ്, ആൻസി തോമസ്, ആഗസ്തി അഴകത്ത്, PD ശോശാമ, സനൽ നെയ്യാറ്റിൻകര, ഷീബ ജയൻ,
എൻ പുരുഷോത്തമൻ, MD അർജുനൻ, അനിൽ അനിക്കനാട്ട്, സോയിമോൻ സണ്ണി എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബെവ്കോ തൊഴിലാളികളുടെ പെൻഷൻ തുക 16,000 വർദ്ധിപ്പിക്കണമെന്ന് ഇടുക്കി ജില്ലാ ബെവ്കോ പെൻഷനേഴ്സ് അസോസിയേഷൻ രൂപീകരണ യോഗത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സർക്കാരിന് ഉയർന്ന വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന സർക്കാർ സ്ഥാപനത്തിലെ പെൻഷൻ തുക കേവലം 2,000 രൂപ മാത്രമാണെന്നും തികഞ്ഞ മനുഷ്യത്വരഹിതമാണെന്നും അവർ കുറ്റപ്പെടുത്തി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KB അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ്സുകളിലൊന്നായ ബിവറേജസ് കോർപ്പറേഷനിലെ അബ്കാരി തൊഴിലാളികളുടെ പെൻഷൻ 16,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഇടുക്കി ജില്ലാ ബെവ്കോ പെൻഷനേഴ്സ് അസോസിയേഷൻ രൂപീകരണ യോഗം സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെട്ടു. സർക്കാരിന് ഉയർന്ന വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സർക്കാർ സ്ഥാപനത്തിലെ പെൻഷൻ തുക കേവലം 2,000 രൂപ മാത്രമാണെന്നത് ഉയർന്ന ജീവിത സൂചിക നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തികഞ്ഞ മനുഷ്യത്വരഹിതവും വിരോധാഭാസവുമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി. ബിവറേജസ് കോർപ്പറേഷനിൽ 20 വർഷത്തിലധികമായി ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ വിരമിച്ച ശേഷം കിട്ടുന്ന നാമമാത്രമായ പെൻഷൻ ജീവിത നിലവാരമനുസരിച്ച് വളരെ അപര്യാപ്തമാണെന്നും കൂട്ടിച്ചേർത്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KB അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AP ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NI ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം MM ജോർജ് കുട്ടി, ബിനു തോമസ്, TS നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് JS ജോൺ സ്വാഗതവും ജനറൽ സെക്രട്ടറി KK ഘോഷ് നന്ദിയും രേഖപ്പെടുത്തി. ജില്ലാ ഭാരവാഹികളായി JS ജോൺ ജില്ലാ പ്രസിഡന്റ്, VC ആൻഡ്രൂസ് വൈസ് പ്രസിഡന്റ്, KK ഘോഷ് ജില്ലാ ജനറൽ സെക്രട്ടറി, രവീന്ദ്രൻ M ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ എക്സൈസ് മാർച്ചിൽ സംഘർഷം. എക്സൈസ് ഓഫീസിന്റെ സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് ജെബി മേത്ര MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ഓടയുടെ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. എന്നാൽ പരിഹാരം കണ്ട അപകട സാധ്യത ഒഴിവാക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. പാതിവില തട്ടിപ്പ് സമരസമിതി നേതാവ് അഡ്വക്കേറ്റ് ബേസി ജോണിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് പരാതി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.